കാരണവർ വധക്കേസ് പ്രതി ഷെറിന് അട്ടക്കുളങ്ങര ജയിലിൽ മേക്കപ്പ് സാധനങ്ങളടക്കം അനുവദിച്ചിരുന്നെന്ന് സഹതടവുകാരിയുടെ ആരോപണം രാജ്ഭവൻ ഗൗരവത്തിൽ എടുക്കും. ഷെറിന് ശിക്ഷാ ഇളവ് നൽകുന്നതിനെതിരെ രമേശ് ചെന്നിത്തല ഗവർണർ രാജേന്ദ്ര അർലേക്കറിന് പരാതി നൽകിയിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ ആരോപണത്തിൽ അടക്കം വിശദീകരണം സർക്കാരിൽ നിന്നും രാജ്ഭവൻ തേടിയേക്കും. ഷെറിന് തടവ് ശിക്ഷയിൽ ഇളവ് നൽകാൻ സാധ്യത ഏറെയാണ്. വധശ്രമക്കേസിൽ ശിക്ഷിക്കപ്പെട്ടു ഷെറിൻ്റെ തൊട്ടടുത്ത സെല്ലിൽ കഴിഞ്ഞിരുന്ന വാടാനപ്പള്ളി സ്വദേശി സുനിതയാണ് താൻ കണ്ട കാഴ്ചകൾ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത്. ഷെറിൻ ജയിലിലെ ഭക്ഷണം കഴിച്ചിരുന്നില്ലെന്നും 3 നേരവും പുറത്തുനിന്ന് ജയിൽ അധികൃതർ ഭക്ഷണം എത്തിച്ചു നൽകുകയായിരുന്നെന്നും സുനിത പറഞ്ഞു. നേരത്തെയും സുനിത പരാതി നൽകിയിരുന്നു. സ്വന്തം ഫോൺ യഥേഷ്ടം ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം സെല്ലിൽ ഷെറിനെ അനുവദിച്ചിരുന്നു. അന്നത്തെ ജയിൽ വകുപ്പ് ഉന്നതനുമായും ഉന്നത രാഷ്ട്രീയ പ്രവർത്തകനുമായും ഷെറിന് ബന്ധമുണ്ടായിരുന്നു. തടവുകാരുടെ വസ്ത്രത്തിന് പകരം വെള്ളത്തുണി പുറത്തുനിന്നെത്തിച്ച് സ്വന്തമായി തയ്ച്ചെടുത്ത വസ്ത്രമാണ് അവർ ധരിച്ചിരുന്നതെന്നും വെളിപ്പെടുത്തലുണ്ടായിരുന്നു. പണം ഞങ്ങൾ തരും. 6-7 ജോഡി വസ്ത്രങ്ങൾ സ്വന്തമായി ഉണ്ടായിരുന്നു. വില കൂടിയ മേക്കപ്പ് സാധനങ്ങൾ സെല്ലിൽ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു വട്ടം സെൽ റെയ്ഡ് ചെയ്തപ്പോൾ 10,000 രൂപയോളം വില വരുന്ന മേക്കപ്പ് സാധനങ്ങൾ ലഭിച്ചു. ഷെറിന് മാത്രം സെല്ലിൽ കിടക്ക, തലയിണ, കിടക്കവിരികൾ എന്നിവ സ്വന്തമായി ഉണ്ടായിരുന്നു. ജയിൽ ഓഫീസിൽ നിന്ന് സെല്ലിലേക്ക് നടക്കുമ്പോൾ വെയിൽ കൊള്ളാതിരിക്കാൻ കുട പോലും അനുവദിച്ചു. ഷെറിൻ്റെ സുഖവാസത്തിനെതിരെ പരാതി നൽകിയതിന് തനിക്കെതിരെ ഭീഷണി ഉയർന്നിരുന്നതായും സുനിത വെളിപ്പെടുത്തി. അട്ടക്കുളങ്ങര ജയിലിൽ ഷെറിന് ലഭിച്ചത് VIP പരിഗണനയായിരുന്നുവെന്ന് സുനിത പറഞ്ഞു. ഷെറിന് ജയിലിൽ മൊബൈൽ ഫോണും കണ്ണാടിയും മേക്കപ്പ് സെറ്റും വരെ ലഭിച്ചിരുന്നു. ഷെറിന് VIP പരിഗണന നൽകിയത് അന്നത്തെ ജയിൽ DIG പ്രദീപ് ആണെന്നും സുനിത ആരോപിച്ചു. മന്ത്രിസഭാ യോഗം ഷെറിന് ശിക്ഷാ ഇളവ് ശുപാർശ ചെയ്തതിന് പിന്നാലെയാണ് സഹതടവുകാരിയായിരുന്ന സുനിത വെളിപ്പെടുത്തലുകളുമായി രംഗത്തെത്തിയത്. 2013 ശേഷമുള്ള സമയത്താണ് സുനിതയും ഷെറിനും അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ ഒരുമിച്ചുണ്ടായിരുന്നത്. സുനിതയുടെ തൊട്ടടുത്ത സെല്ലിലായിരുന്നു ഷെറിൻ. മാത്രമല്ല പല ദിവസങ്ങളിലും രാത്രി 7 മണിക്ക് ശേഷം ഷെറിനെ സെല്ലിൽ നിന്ന് പുറത്തു കൊണ്ടുപോകാറുണ്ടെന്നും 2 മണിക്കൂറോളം കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ തിരികെ വരാറുള്ളതെന്നും സുനിത ആരോപിച്ചു. ഷെറിന് ഭക്ഷണം വാങ്ങാൻ ക്യൂ നിൽക്കേണ്ട, 3 നേരവും അവർ പറയുന്ന ഭക്ഷണം ജയിലിൽ ജീവനക്കാർ പുറത്തുനിന്ന് വാങ്ങി നൽകും. സ്വന്തം മൊബൈൽ ഫോണും ഉണ്ടായിരുന്നു. തടവുകാർക്കുള്ള വസ്ത്രം ഷെറിൻ ധരിച്ചിരുന്നത്. മേക്കപ്പ് സാധനങ്ങളും ലഭിച്ചിരുന്നു. സൂപ്രണ്ടിന് പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല. പിന്നീട് കൊച്ചി ബ്ലൂ ബ്ലാക്ക് മെയിലിംഗ് കേസിലെ പ്രതി ബിന്ധ്യ തോമസ് ജയിലിലെത്തി. ഷെറിൻ്റെ ഫോൺ പിന്നീട് ബിന്ധ്യയ്ക്ക് കൊടുത്തു. ആ സമയത്ത് ഞാൻ ആ ഫോൺ പിടിച്ചു വാങ്ങി സൂപ്രണ്ടിന് പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ല. പിന്നീട് ജയിലിലെ പരാതിപ്പെട്ടിയിലും പരാതി എഴുതിയിട്ടു. അതിലും നടപടിയുണ്ടായില്ല. ഇതിനുശേഷം സൂപ്രണ്ടും ജയിൽ DIG പ്രദീപും അടക്കമുള്ളവർ എന്നെ ചോദ്യം ചെയ്തു, ഭീഷണിപ്പെടുത്തി. പ്രദീപ് സാർ ആഴ്ചയിൽ 1 ദിവസമെങ്കിലും ഷെറിനെ കാണാൻ വരും. വൈകിട്ടാണ് വരാറുള്ളത്. ലോക്കപ്പിൽ നിന്ന് 7 മണിക്ക് ശേഷം ഷെറിനെ ഇറക്കിയാൽ 1.5-2 മണിക്കൂറിന് ശേഷമാണ് തിരികെ കയറ്റാറുള്ളത്. 1 മാസത്തിന് ശേഷം ഞാൻ ജാമ്യത്തിലിറങ്ങിയ ശേഷം അന്നത്തെ DGP സെൻകുമാറിന് ഈ വിവരങ്ങളെല്ലാം സഹിതം പരാതി നൽകി. എന്നാൽ അട്ടക്കുളങ്ങര ജയിലിലെ അന്തേവാസികളെ അപമാനിക്കുന്ന രീതിയിൽ ഞാൻ പ്രസ്താവന നടത്തിയെന്നും എനിക്കെതിരെ നടപടിയെടുക്കുമെന്നും ചൂണ്ടിക്കാണിച്ച് ഒരു നോട്ടീസാണ് എനിക്ക് കിട്ടിയത്. ഇതോടെ വിവരാവകാശ നിയമപ്രകാരം ചില വിവരങ്ങൾ തേടി. ഷെറിനെതിരെ കൊലക്കുറ്റത്തിന് പുറമെ കവർച്ചാക്കുറ്റവും ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് പരോളിന് നിയന്ത്രണമുണ്ട്. എന്നാൽ 1 വർഷത്തിനുള്ളിൽ തന്നെ ഷെറിന് പരോൾ നൽകിയിരുന്നു. ഇത് വിവരാവകാശ പ്രകാരം ചോദിച്ച് മനസ്സിലാക്കിയതോടെ ഷെറിന് സൗകര്യങ്ങൾ നൽകിയതിന് ജയിലിലെ 2 ഉദ്യോഗസ്ഥരെ സെൻകുമാർ സ്ഥലം മാറ്റി. പക്ഷേ അത് താൽക്കാലികമായ നടപടി മാത്രമായിരുന്നു. ഞാൻ വീണ്ടും വിവരാവകാശ നിയമപ്രകാരം കാര്യങ്ങൾ തിരക്കിയപ്പോൾ ഷെറിനെ അട്ടക്കുളങ്ങരയിൽ നിന്ന് വിയ്യൂരിലേക്ക് മാറ്റി. 20 വർഷത്തിലേറെയായി ജയിലിൽ കഴിയുന്ന 5-6 സ്ത്രീ തടവുകാരുണ്ട്. അതിൽ കണ്ണിന് കാഴ്ചയില്ലാത്തവർ വരെയുണ്ട്. അവർക്കൊന്നും ഇളവ് ലഭിച്ചില്ല. ഷെറിൻ ഇറങ്ങുന്നതിൽ പരാതിയില്ല, ഇറങ്ങിക്കോട്ടെ. പക്ഷേ 20 വർഷമായി ജയിലിൽ കിടക്കുന്നവരും ഉണ്ട്. അവർക്കും ഇളവ് ലഭിക്കണം, സുനിത പറഞ്ഞു.
അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.